അസ്സലാമലൈക്കും. എല്ലാവർക്കും നമസ്കാരമുണ്ട്. സെയ്ദ് അലവി ചെർപ്പളശ്ശേരിയാണ്. പ്രിയപ്പെട്ട ഹബീബുകൾ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഒരു വെറൈറ്റിയാണ്. വെറൈറ്റി പറഞ്ഞാൽ വെറൈറ്റി. എങ്ങനെയാണെന്ന് വെച്ചാൽ ഗായത്രി പുഴ കണ്ടോ, നമ്മുടെ ഗായത്രിയുടെ പുഴയാണ്. ചീരക്കുഴി ഡാമിൻ്റെ ഒരതിരി കണ്ടോ. ഈ പുഴയുടെ വക്കത്ത് നമുക്ക് നല്ല സൂപ്പർ സ്ഥലം 40 സെൻറ്റ് കിട്ടാൻ പോവുകയാണ്. ഇതിൻ്റെ വിലയും കൂടി കേൾക്കണ്ടെങ്കിൽ ഫസ്റ്റ് ലൈനിന് വില പറയാം. എന്താ വില പറയുന്നുണ്ട് നിങ്ങൾ പറഞ്ഞോളി. ഒരു 20 ആകിയാൽ പറ്റുമോ? കുറച്ച് കൂടിയില്ലേ? ഒരു 17 ലക്ഷം രൂപയ്ക്കാണ് തരാം. പോരെ? 17 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് 40 സെൻറ്റാണ് തരാം. പക്ഷേ 60 സെൻറ്റിൻ്റെ ഉപയോഗമാണ്. കാരണം എന്താ പറയുക? കാരണം ഞാൻ പറഞ്ഞുതരാം. ഇതെന്ന് പറഞ്ഞാൽ പുഴയുടെ വക്കത്താണ്. മുന്നിലാണെങ്കിൽ റോഡ്, ഇപ്പുറത്താണെങ്കിൽ വലിയ വലിയ റിസോർട്ട് കാര്യങ്ങളൊക്കെ കിട്ടാൻ പോകുന്നത്. ചെറിയ പൈസയൊക്കെ കിട്ടാൻ പോകുന്ന അർജൻറ്റ് സെയിലായതുകൊണ്ടാണ്. ഇനി നെഗോഷ്യബിൾ ഉണ്ടോ വെച്ചിട്ട് വിളിക്കരുതിട്ടില്ല. ഫൈനൽ റേറ്റ് ആണ്. താരിക്കയിലൊക്കെ വാങ്ങിയിടാൻ പറ്റുകയാണെങ്കിൽ വാങ്ങിയിട്ടോളി, ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇട്ടോളി. ഇവിടെ നമ്മൾ ചെറിയൊരു റിസോർട്ടിൽ പോലെ കെട്ടിയിട്ട് ഇതിൽ പോയിട്ട് ഇങ്ങനെ ചൂണ്ടലിങ്ങനെ ഇട്ടിട്ട് അതിലെ മീനിങ് ഇങ്ങനെ പിടിക്കുക. കണ്ടില്ലേ നിങ്ങൾ? അല്ലേ? മീനിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ചുട്ടിന്ന അതിന് പറ്റിയ സ്ഥലമാണ്. വെറും 17 ലക്ഷം റുപ്യക്ക് തരാം. ഞാൻ അതിലൊന്നും ബാർഗിനില്ല. അപ്പോൾ 40 സെൻറ്റാണ്, പക്ഷേ 60 സെൻറ്റ് ഉപയോഗം നടക്കും. അപ്പോൾ ഇൻഷാല്ലാ ഫുള്ളായി കണ്ടതിന് ശേഷം എവിടെ? ഗായത്രിപ്പുഴ തൃശ്ശൂർ ജില്ലയിൽ തിരുവില്ലാമലയുടെയും നമ്മുടെ പഴയന്നൂരിൻ്റെയും ഇടയിലാണ് ചീരക്കുഴി ഡാം. അപ്പോൾ കാണുക ഫുള്ള് ബാക്കി. അപ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ കാണുക. ഫ്രണ്ടേജ് ഒരു നല്ലോണം ഫ്രണ്ടേജ് ഉണ്ട് അത്യാവശ്യം. കണ്ടോ, നല്ല ഫ്രണ്ടേജ്. ഒരു 2-3 വീടൊക്കെ ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മെയിനും പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക അവിടെ. ഇതല്ലേ? ഇതാണ് നമുക്ക് ഇതിനെ കിടക്കുക. ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നാൽ ഇതിൽ മൊത്തം 60 സെൻറ്റ് സ്ഥലമുണ്ട്. പക്ഷെ എന്താണെന്ന് അറിയാം, ഇങ്ങോട്ട് 40 പറയുള്ളൂ. 40 നമ്മൾ റേസ് ചെയ്ത് തരുള്ളൂ. ഇതിൻ്റെ ഈ ഭാഗത്ത് ഇന്നലെ ടവർ പോകുന്നുണ്ട്. കാരണം എന്താ പറയുക, നമ്മളെല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ള കച്ചവടം. അതിന് ഇഷ്ടപ്പെട്ടവർ വന്നാൽ മതി. പിന്നെ ഇതെന്ത് ആദ്യം പറയാനൊന്നും ബിസ്മി റിയൽ എസ്റ്റേറ്റിൻ്റെ എന്നോടോ അല്ലെങ്കിൽ സ്റ്റാഫുകളോടോ ചോദിക്കാൻ പാടില്ല. അപ്പം നമ്മൾ A to Z വരെ പറഞ്ഞു തരും. അപ്പോൾ ഇതിൽ 60 സെൻറ്റിൻ്റെ ഉപയോഗം നടക്കും പറയാൻ കാരണം എന്താ വെച്ചാൽ, ഈ ടവറിൻ്റെ ചുവട്ടിലുള്ള സ്ഥലത്ത് നമുക്ക് എന്തെങ്കിലും കൃഷികളൊക്കെ ചെയ്യാം. ഇവിടെ ബിൽഡിംഗ് ഒന്നും കെട്ടാൻ പറ്റില്ല. ബിൽഡിങ് കെട്ടണമെങ്കിലാണ് ഇതിൻ്റെ ഈ ടവറിൻ്റെ അപ്പുറത്തെ സ്ഥലവും അല്ലേ? നല്ലോണം മതിലൊക്കെ കാണാം. മതിൽ നമ്മുടെ അല്ല കേട്ടോ, മറ്റുള്ളവർ കെട്ടിയതാണ്. പക്ഷെ ആ മതിലിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് സ്ഥലം അല്ലേ? ഇവിടെ കാണിച്ചു കൊടുക്കും. ആ മതിൽ കാണിച്ചു കൊടുക്കുക. നമുക്ക് ഇങ്ങനെ പോയിട്ട് അങ്ങനെ വരാം. എന്നാൽ പുഴയുടെ പക്കത്ത് കൂടെ ഇങ്ങനെ വരാം. ഒരു സൈഡ് പുഴ, ഒരു സൈഡ് റോഡ്. കണ്ടോ പ്രിയപ്പെട്ട അബീബികളെ, കണ്ടോളി. കണ്ടോ, ഇതും അതുപോലുള്ളൊരു സ്ഥലമാണ്. അവിടെ 75 റുപ്യാണ് വില. നിങ്ങളിവിടെ വന്നിട്ട് അന്വേഷിച്ചോളി, എന്നിട്ട് വാങ്ങിയായി കേട്ടോ. ഇവിടെ 75 റുപ്യ മാർക്കറ്റ് റേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ വിലക്ക് മേടിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ 45 റുപ്യ വരുന്നുള്ളൂ. 45 വരുന്നില്ല കേട്ടോ. ഇതല്ലേ മതിൽ കെട്ടിന്, കോമ്പൗണ്ട് തിരിച്ചിന്. കണ്ടോ, ഇതാണ് പുഴയുടെ അരികത്ത് ഒരു വീടൊക്കെ വെച്ചിട്ട് ഇരിക്കുക എന്ന് പറയുന്നത്. ഒരു റിസോർട്ട് മാതിരിയൊക്കെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ? അപ്പോൾ ഇനി നമുക്കിത് അതിലേ പോകാം. ഇവിടെ ചെറിയൊരു പാറ കഷ്ണം ഉണ്ടിട്ടില്ലേ, ഇറച്ചിയിൽ എല്ലിവിട്ടവരമാതിരി. ഇത് ഇവിടെ ഈ സൈഡിൽ വേറെ എവിടെ ഇല്ല. കാരണം എന്താ, ഇവിടെ വന്ന് നോക്കുമ്പോൾ ആളുകൾ അത് ഫുള്ള് പാറയെന്ന് പറയും. ഒരു ചെറിയ കല്ല് കിട്ടിയാൽ മതി. കണ്ടോ, എന്താ ഇതിനെങ്ങനെ വരും? നല്ല സ്ഥലമാണ്. ഇവിടെ ഇതിലൊരു പ്ലാവൊക്കെ ഉണ്ട്, നല്ല പ്ലാവുണ്ട്. മറ്റൊന്ന് 2 മരങ്ങൾ കാണാനുണ്ട് എന്നല്ലേ. ഇവിടെ ആദ്യം ഷെഡോ കാര്യങ്ങളോ എന്തൊക്കെ ഉണ്ടായിരുന്നു, അതാണിത്. കണ്ടോ, ഇങ്ങനെ വരിക. ഇതൊക്കെ നല്ല സ്ഥലം. ഇവിടെ നിന്ന് ടവറില്ല കേട്ടോ, ടവർ ആ സൈഡിലുള്ളതേ. കണ്ടോ, അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കണ്ടില്ലേ ഹബീബിങ്ങൾ, കാണണം. നല്ല സ്ഥലമാണ്, സൂപ്പർ സ്ഥലം. നല്ല റിസോർട്ടും ഇതാരി കെട്ടിയിട്ട് കേട്ടോ, ഡെയിലി റെൻറ്റിനോ മറ്റുള്ളതിനൊക്കെ വിടാം. അതിനൊക്കെ പറ്റിയ സ്ഥലം. അതിനുള്ള വിലയുള്ളൂ കണ്ടോ. അപ്പോൾ എൻ്റെ ഹബീബിങ്ങൾ കാണണം. 40 സെൻറ്റ് സ്ഥലമാണ്, പക്ഷേ 60 സെൻറ്റിൻ്റെ ഉപയോഗം നടക്കും കേട്ടോ. ആർക്കെങ്കിലൊക്കെ ചെയ്യണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ മേടിച്ച് എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിടാൻ പറ്റിയ ഭൂമി കേട്ടോ. ആർക്കെങ്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം. കാരണം പുഴയുടെ പക്കത്താണ്. ഇതൊക്കെ നാളെ മേലൊക്കെ മാർക്കറ്റ് കൂടി വരുന്ന ഏരിയയാണ്. ഇതാണ് ഗായത്രിപ്പുഴ, ചീരക്കുഴി ഡാം. അതിൻ്റെ പക്കത്താണ് അല്ലേ. ഇഷ്ടം വെള്ളം, നല്ല നല്ലതാണോ, പ്രകൃതി ഭംഗിയുള്ള നല്ല സ്ഥലം. എങ്ങനെ നല്ല സ്ഥലം എന്ന് പറഞ്ഞാൽ വെള്ളം കണ്ടോ, എന്താ വെള്ളം. ഇത് കണ്ടാൽ തന്നെ നമ്മൾ കൊടുത്ത പൈസ മുതലായി. പിന്നെ നല്ല പച്ചപ്പ് കണ്ടോ. ഇവിടെ വന്ന് ഇരുന്നിട്ട് 2 മണിക്കൂർ സമയം ചെലവഴിച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈ കൊടുത്ത കാശിനുള്ള മുതലായി. യാതൊരു സംശയമില്ല.
അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ ആലോചിക്കണമെന്ന് അറിയും, ഇത് നമ്മൾ ലാസ്റ്റ് റേറ്റ് ആണല്ലോ പറയുന്നത്. ഇനി ചാനലിൽ ലാസ്റ്റ് റേറ്റേ പറയുള്ളൂ, പിന്നെ നെഗോഷ്യബിൾ ഇല്ല. കാരണം എന്താ പറയുക, വരുന്നവർക്ക് ദൂരത്തു നിന്നൊക്കെ വരുന്നവരാവും. അപ്പോൾ അവർ നെഗോഷ്യബിൾ ഉണ്ടോ വെച്ചാൽ ഇനി ഇല്ല എന്ന് തന്നെ പറയും. കാരണം ഉണ്ട് വെച്ചിട്ട് ആരും വണ്ടി എടുത്ത് വരണ്ട. ഇത് എവിടെയെന്ന് ചോദിച്ചാൽ തൃശ്ശൂർ ജില്ലയിലാണ്, തിരുവില്ലാമലയുടെയും പഴയന്നൂരിൻ്റെയും ഇടയിലാണ് നമ്മുടെ ചീരക്കുഴി ഡാം. ആ ഡാമാണ്, ആ പുഴയാണ് ഗായത്രിപ്പുഴ. ആ ഗായത്രിപ്പുഴയുടെ വക്കത്താണ് നമ്മുടെ ഈ മുതൽ കിടക്കുന്നത്. ഇതിൽ നമുക്ക് 40 സെൻറ്റാണ് നമുക്ക് റൈസ് ചെയ്ത് തരാൻ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ 40 സെൻറ്റ് സ്ഥലം റൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബാക്കി നമ്മുടെ ടവറിന് പോയി കഴിഞ്ഞു. പക്ഷേ ടവറിന് പോയാൽ ആ സ്ഥലം നമുക്ക് ഉപകാരപ്പെടും. എന്തെങ്കിലുമൊക്കെ ചെറിയ പച്ചക്കറി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അടിയിൽ വെക്കാം, യാതൊരു സംശയമില്ല. ബിൽഡിങ്ങുകൾ വീടുകളൊക്കെ വെക്കണമെങ്കിൽ ടവറിൻ്റെ അപ്പുറത്ത് അല്ലെങ്കിൽ ഇപ്പുറത്ത്, ഇങ്ങനെയാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ, റോഡ് സൗകര്യം എല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ കണ്ടില്ലേ നിങ്ങൾ കയറിക്കൊണ്ടിരിക്കുന്നത് പടകൂറ്റൻ 4 പുറം മതിലൊക്കെ ഇട്ടിട്ട്, ആ സ്ഥലത്തിന് 75 ഉറുപ്പ്യാണ് അവിടെ വില. അത് വാങ്ങിയതും അത് ചെയ്യണമൊക്കെ. അപ്പോൾ ഇത് ആ സ്ഥാനത്ത് നമുക്ക് 45 ഉറുപ്പ്യ 43 ഉറുപ്പ്യ വരുള്ളൂ. മൊത്തം 17 ലക്ഷം ഉറുപ്പ്യ ഫൈനൽ റേറ്റാണ്, നെഗോഷ്യബിൾ ഇല്ല. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വരിക. വെറുതെ അവിടുന്ന് ഇവിടുന്ന്, കാരണം എൻ്റെ ചാനൽ കണ്ടിട്ട് തിരുവനന്തപുരത്ത് നിന്ന് വരെ ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ വെറുതെ ബുദ്ധിമുട്ടിയിട്ടൊന്നും വരരുത്. സ്ഥലം ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തന്നു, അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ റേറ്റാണ് നമ്മൾ പറയുന്നത് 17 ലക്ഷം രൂപ. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഗൾഫിൽ നിന്ന് പ്രവാസികൾക്കായിരിക്കും ആർക്കായാലും ഇത് കണ്ടിട്ട് വേണമെങ്കിൽ ടോക്കൺ ചെയ്യുക, അഡ്വാൻസ് ചെയ്യുക. അഡ്വാൻസ് നമ്മൾ 25,000 കുറഞ്ഞ് മേടിക്കില്ല ടോക്കൺ അഡ്വാൻസ്. പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുന്നവർക്കാണ് ഈ റേറ്റ്, അതും കൂടെ പറഞ്ഞു തരാം. കാരണം കുറച്ച് സമയമൊന്നും അധികം നീണ്ടു കിട്ടില്ല, എങ്കിലും കുറച്ച് സമയമൊക്കെ അത്യാവശ്യക്കാർക്ക് മേടിച്ച് കൊടുക്കേണ്ടി വരുമല്ലോ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ, ഇത് ഷെയർ ചെയ്തോളി. പുറംപക്കത്ത് ഇതിലും വില കുറവായ ഒരു ഭൂമി നിങ്ങൾ കാണിച്ചു തരികയാണെങ്കിൽ സൗജന്യമായി തരാൻ പറ്റും ഈ ഭൂമി എനിക്ക് നിങ്ങൾക്ക്. കാരണം അത്രയ്ക്ക് ഗ്യാരണ്ടിയാണ്. ഇത് അർജൻറ്റ് പറഞ്ഞാൽ അർജൻറ്റ്, പക്ഷേ അർജൻറ്റിന് പല കാരണമുണ്ടാവും, കാരണങ്ങളും നിങ്ങളെ ബോധിപ്പിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പൈസയുള്ള ടീമുണ്ടോ നേരിട്ട് വന്നോളി, 17 ലക്ഷം ഉറുപ്പ്യ കൈപിടിച്ച് വന്നോളി. അതിൻ്റെ പുറമെ നമ്മുടെ കമ്മീഷൻ അതൊരു 20 ഉറുപ്പ്യം കൈപിടിച്ചോളി. സാധാരണ 17 വിളിക്കില്ല, 3000 അധികം പോണതിന്. കാരണം എന്താ പറയുക, ഇത് പുറമ്പക്കത്തെ സ്ഥലം, ലാഭത്തിലാണ് തരുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എൻ്റെ ചാനൽ കാണുന്ന ഓരോ ഹബീബികളും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ള ഗ്രൂപ്പുകൾ എത്തിക്കണം. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും കുല്ലുക്കും മായസ്സലാം.